ഒത്തിരിയേറെ പ്രാവശ്യം വിമാനയാത്ര നടത്തിയവരായിരിക്കാം ഒരുപക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നവരും ഈ ഒരു വീഡിയോയിലെ വോയിസ് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു വിമാനയാത്രയുടെ വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലേക്കാണ്. ഗുജറാത്തിൽ മിഷണറിയായി വന്നതിന് ശേഷം ഒത്തിരിയേറെ പ്രാവശ്യം വിമാനയാത്ര നടത്തേണ്ട ആവശ്യകത എനിക്ക് വന്നിട്ടുണ്ട്. ഓരോ വിമാനയാത്രയും ഞാൻ തികച്ചും ആസ്വദിച്ചാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രാവശ്യവും ഞാൻ യാത്ര ചെയ്യുന്നത് പതിവ് പോലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്വന്തം കൊച്ചി കേരളത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ദൃശ്യഭാഗങ്ങളിലേക്കാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ആയിരിക്കുന്നത്. കാരണം നിലത്തുനിന്ന് ആകാശവിധാനങ്ങളിലേക്ക് പറന്നുയരുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്നെ കാണുന്നവരിലും കേൾക്കുന്നവരിലും കൂടുതൽ ഭാഗവും ഈ ഒരു യാത്ര ആസ്വദിച്ചിട്ടുള്ളവരായിരിക്കാം. പക്ഷേ ഓരോ പ്രാവശ്യവും വ്യത്യസ്തത നൽകുന്നതാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. പതിവ് പോലെ ഞാൻ വിൻഡോ സീറ്റ് തന്നെ കരസ്ഥമാക്കി. ആദ്യം ഫ്രീ ആയിട്ട് ലഭിക്കുമോ എന്ന് ഞാൻ അന്വേഷിച്ച് നോക്കി. പക്ഷേ എന്ത് ചെയ്യാം, ഇൻഡിഗോ സർവീസുകാർ ഒരു രീതിയിലും സമ്മതിക്കുകയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പർച്ചേസ് ചെയ്യുവാൻ തീരുമാനിച്ചത്. ഈ പ്രാവശ്യം 180 രൂപ മുടക്കിയാണ് ഞാൻ സൈഡ് സീറ്റ് സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഒരു ദൃശ്യഭാഗം എനിക്ക് കാണുവാൻ സാധിക്കും. എന്തിനേറെ പറയുന്നു, കാങ്ക്രിയ ലേക്ക് പോലും എനിക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്ന നല്ല ഒരു ആകാശവിധാന യാത്രയാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഈ ഒരു വിമാനയാത്ര എനിക്ക് സമ്മാനിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വിമാനയാത്ര ഇത്രയും വിരസതയുള്ള ഒരു യാത്ര വേറെ ഇല്ല എന്നുള്ള രീതിയിൽ. അവരെ സംബന്ധിച്ചോളം ഈ ഒരു യാത്ര ആസ്വദിക്കുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം ബോറിംഗ് ആയിട്ട് തോന്നുവാൻ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ വൻപൻ കെട്ടിടങ്ങൾ പോലും ചെറിയ രീതിയിൽ കാണപ്പെടും. വനൻ്റെ മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇത് സബർമതി റിവർ പോലും വളരെ ഭംഗിയായിട്ട് അതിൻ്റെ മുകളിലൂടെയുള്ള ഒരു യാത്ര തീർച്ചയായിട്ടും നേരിട്ട് ആസ്വദിക്കേണ്ട ഒരു കാര്യമാണ്. വിമാനയാത്ര നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമെന്ന് പറയുന്നത്, അല്പം തുക കൂടുതൽ കൊടുത്തെങ്കിൽ പോലും നമ്മൾ ഈ ഒരു സൈഡ് സീറ്റ് സ്വന്തമാക്കുകയാണെങ്കിൽ യഥേഷ്ടം ഈ ഒരു യാത്ര നമുക്ക് ആസ്വദിക്കുവാൻ സാധിക്കും. വിമാനയാത്രയുടെ ആദ്യ ഭാഗത്തുള്ള 5 മിനിറ്റൊക്കെ ആയിരിക്കാം നമുക്ക് നല്ല കാഴ്ചകൾ ലഭ്യമാകുന്നത്. പക്ഷേ നമ്മൾ ഓർമ്മിക്കേണ്ട വലിയൊരു വസ്തുത എന്ന് പറയുന്നത്, ആ ഒരു 5 മിനിറ്റ് എന്ന് പറയുന്നത് നയനങ്ങൾക്ക് ഏറെ സുഖം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. കാഴ്ചകൾക്ക് ഏറെ ഇമ്പം പകരുന്ന കാര്യം തന്നെയാണ്. ഇതാ ഞാൻ അഹമ്മദാബാദിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു യാത്ര കൊച്ചിയിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന നിമിഷം കൊച്ചിയുടെ നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയുള്ള ഈ ഒരു യാത്ര, അത് വിമാനത്തിൽ നോക്കിക്കഴിയുമ്പോൾ വളരെ ആസ്വാദ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുമാത്രമല്ല, കേരളത്തിൻ്റെ കുളിർമയും പച്ചപ്പും ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകളിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രവാസി അനുഭവമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയൊരു കാര്യം തന്നെയാണ്. അതുതന്നെയാണ് എൻ്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ നിന്ന് ജോലിക്കായിട്ടും മറ്റ് ആവശ്യങ്ങൾക്കും ഒക്കെയായിട്ട് വിവിധ ദേശങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവരും സേവനം ചെയ്യുന്നവർക്കും മാത്രമാണ് കേരളത്തിൻ്റെ തനിമ എന്താണെന്നും ആ തനിതായ പാരമ്പര്യം എന്താണെന്നും ഇതിൻ്റെ മനോഹാരിത എന്താണെന്നും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചോളം കേരളത്തിൽ കഴിയുന്നവർക്ക് ഇതിൻ്റെ മനോഹാരിത എന്താണ് എന്നുള്ള കാര്യം എത്ര വർണ്ണിച്ചാലും മനസ്സിലാവുകയില്ല. അത് പ്രവാസികൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാനും ഗുജറാത്തിൽ പ്രവാസിയായി വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കേരളത്തിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ പച്ചപ്പിൻ്റെ മനോഹാരിത എത്രമാത്രമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. എന്നെ സംബന്ധിച്ചോളം ഈ സൈഡ് സീറ്റിന് വേണ്ടിയിട്ട് ഞാൻ മുടക്കിയ 180 രൂപ എന്ന് പറയുന്നത് ഒരിക്കലും നഷ്ടമല്ല. എന്നെ സംബന്ധിച്ചോളം ഇത് തന്നെയാണ് ഈ വിമാനയാത്രയുടെ ഏറ്റവും വലിയ ഹൃദ്യത എന്ന് പറയുന്നത്. വിമാനത്തിനുള്ളിലാണെങ്കിൽ പോലും കേരളത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയൊരു മനോഹരമായ അനുഭവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. പുഴകളും കാടുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ മലയോര പ്രദേശങ്ങളും കാടുകളുമൊക്കെ നല്ല ഒരു അനുഭവമാണ് പകർന്നു നൽകുന്നത്.
കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഓരോ പ്രവാസിക്കും ഉണ്ടാകുന്ന ഒരു ഹൃദയഭേദകമായ ഒരു അനുഭവം, അതാണ് ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ചില സമയങ്ങളിൽ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്ന അവസരത്തിലൊക്കെ വിമാനം നല്ല രീതിയിൽ ഷേക്ക് ചെയ്യുന്ന അനുഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും പ്രാർത്ഥനയോടുകൂടി വിമാനത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഹൃദ്യത, അതിൻ്റേതായ അനുഭവം സ്വന്തമാക്കിയവർക്ക് മാത്രമേ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതാ കേരളത്തിലേക്ക്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്, നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ലാൻഡ് ചെയ്യുമ്പോഴുള്ള ആ മനോഹരമായ ആ ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. പ്രവാസികൾക്ക് മാത്രം മനസ്സിലാകാവുന്ന, പ്രവാസികൾക്ക് മാത്രം സ്വന്തമാക്കാൻ സാധിക്കുന്ന ആ ഒരു വലിയ അനുഭവം തീർച്ചയായിട്ടും ഇനിയെങ്കിലും സ്വന്തമാക്കണേ.